അടിക്കട്ടെ ഒരു മിനിറ്റ്. പമ്പിലോട്ട്. ഹലോ ഇവിടെ 3 ഹലോ എന്തോ ഗ്യാങ്ങിനെന്തോ നാശം വരാൻ പോണു എന്ന് പറഞ്ഞോണ്ട് ഓ അണ്ണാ ഇത് ജെനിഫർ. അല്ല ഞാനാ. ഇൻഫർമേഷൻ അണ്ണാ. ആ ആ അണ്ണാ ഇത് എന്റെ ഫ്രണ്ട്സ് ഇത് ജെനിഫർ. ആ ഒരു സെക്കൻഡ് വെയിറ്റ്. ആ എന്നെ അറിയാത്തത് ഞാൻ എല്ലാരും ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഈ അണ്ണനെ അറിഞ്ഞൂടെ? അതൊക്കെ അതാ മനസ്സിലായി. ഇവിടെ എല്ലാം നടക്കും, മനസ്സിലായി. ഇവിടെ എന്തും നടക്കും. ഇവിടെ എല്ലാം സംഭവിക്കും കേട്ടാ. വെൽ പ്ലേഡ്. ഇത് കൊടുക്ക ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഹലോ അയ്യോ ഹലോ ആരാ? അനു. ഹായ് അനു. ഇതാരാണ്? ജെനിഫർ. ഹായ് ജെനിഫർ. ഓ ആക്രി വണ്ടി കയറിയിരുന്നു. ഒരു മിനിറ്റ്. അണ്ണാ അതെന്റെ അതൊക്കെ നല്ല വണ്ടി എടുത്തോണ്ട് നടന്നോണ്ട് ഇത്ര നല്ല പിള്ളേരെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവർക്ക് വല്ല പറ്റിയ വണ്ടി വേടാ കൊണ്ടുപോകല്ലടാ. എടാ പ്ലീസ് ഈ വണ്ടിയാടാ. പ്ലീസ് ഒരു മണിക്കൂറത്തേക്ക് വേറെ കാര്യം പറയണ്ട. ഇനി ഒന്നാണ് ആ പെൺകൊച്ച് അയ്യെന്ന് വെച്ചേട്ടാ. സത്യം പറയാന്ന് വെച്ചോളൂ. എന്റെ അടുത്ത് പോയിക്കോ. നീ ഇങ്ങനെ അടുത്താണ് എന്നെ കൊണ്ടുവന്നേന്ന്. ഞാൻ എന്റെ തൊലി എങ്ങുരിഞ്ഞു പോയി. അത് പിന്നെ വണ്ടി എടുത്തോണ്ട് പോയ പിന്നെ എന്തിനു പറയണം? ഒരു മാസം ഇട്ട് പറയണ്ടേ വണ്ടി ഇടറാ അങ്ങനെയല്ലേ പറയണ്ടത് അല്ലതാ. വണ്ടി ഇടറാ തിരിട്ട് പയലേ. വണ്ടി ഇവിടെ വെച്ചിട്ട് നിനക്ക് ജീവന് കൊതിയുണ്ട്. വണ്ടി ഇവിടെ വെച്ചിട്ട് നിനക്ക് പോവാം. വേടാ അല്ലെങ്കിൽ നിന്റെ കടൽമാല കൊടൽമാല ഉരിയാൻ കഴുത്തിക്കൊള്ളിയിടും. എനിക്ക് സംസാരിക്കുന്ന ശീലം പണ്ടേ ഇല്ല. പ്രവർത്തിച്ചാണ് ശീലം. എനിക്കങ്ങനെ റൂൾസ് ഒന്നും നോക്കാനില്ല. ഫാൻ മേടിച്ച് ഞാൻ വെളിയിലിരിക്കും. എനിക്കങ്ങനെ റൂളൊന്നും നോക്കാനില്ല. സിറ്റിസൺ ഒന്നും ഇത് വെച്ച് വെടിവെച്ചിട്ടുള്ളേ. നോക്കാൻ പറയട്ടെ. അവരോട് നോക്കാൻ പറ. കെവിനെ അവരോട് നോക്കാൻ പറ. എടാ നീ ഒന്ന് പേടിയായിട്ട് അഭിനയിക്കണം. കൈബുക്ക് കെവിനെ നൈസായിട്ട് വിളിച്ചോണ്ടോ. അടുത്തോട്ട് വിളിച്ചോണ്ടോ. മെസ്സ് അടിക്കും കേട്ടോ. ഒന്നും വിചാരിക്കില്ല. ഞാൻ മെസ്സ് അടിക്കും കേട്ടോ. മെസ്സ് അടിക്കേ കൂടെ നിൽക്കണേ. കൈബുക്ക് നീ ചൂണ്ടണ്ട, ഞാൻ ചൂണ്ടിക്കോളാം. അയ്യോ അണ്ണാ വെറുതെ വിട്. അയ്യോ അണ്ണാ. അയ്യോ വേണ്ട. ഞാൻ പറഞ്ഞേക്കെ കേട്ടോ. ഞാൻ വേണ്ട വിചാരിച്ചിരിക്കുകയാണ് കേട്ടാ. എന്റെ വെറുതെ ഞാൻ പറ്റിയ എല്ലായിടത്തും കുഞ്ഞുകളിച്ചൊക്കെ നിൽക്കുന്നതായിരുന്നു. ഞാൻ പേടിച്ച് പിടിച്ച അടിച്ച് ചവരൊക്കെ ഞാൻ അടിച്ചു. ദേഷ്യം സസ്പെൻസ് ഒന്നും ഞാൻ നോക്കത്തില്ല. തലടിച്ച പൊട്ടിച്ചു പോയും. അറിയാതെ ആളെ ഓൾറെഡി 4 പേരെ തലയടിച്ച് പൊട്ടിച്ചിട്ട് പോയിട്ട് വന്നതേ ഉള്ളൂ. ദേഷ്യം വന്ന ഞാൻ പ്രാന്താക്കളെ എനിക്ക് കേട്ടാ. പറഞ്ഞേക്കാം. വേണ്ട നമ്മളൊരു പെങ്കുച്ചിന് മുമ്പ് വെച്ച് ആവശ്യമില്ലാത്ത വേണ്ട വിട്ടാരെ. പോക്കോ നീ കുട്ടി പേടിക്കണം. ഇതൊക്കെ നോർമലാണ് വാസന്റെ ജീവിതത്തിൽ. ഇത്രയും വേണ്ട. ആ വാസം സംസാരിക്കും. അയ്യോ ഹായ് കുട്ടി. സിറ്റി വന്നിട്ട് കുറെ നാളായോ? എന്തോ വീണ്ടും വണ്ടി കേറി. പോട്ടെ ഇതൊക്കെ എങ്ങനെ കിട്ടിയെന്ന് ഞാൻ ആദ്യം. ഞങ്ങൾ കറക്റ്റ് ആയിട്ട് കാര്യം ഇട്ടിട്ട് പോകാനൊന്നും ഞങ്ങള് റിലേഷൻഷിപ്പിലല്ലായിരുന്നു. പിന്നെ റിലേഷൻഷിപ്പിലല്ലായിരുന്നു. ഓക്കെ ഇൻട്രസ്റ്റിംഗ്. പറഞ്ഞോ. സ്നൈപ്പ് കൊല്ലോന്ന് എന്താന്ന് പറഞ്ഞ കേട്ടില്ല. ജ്യൂസില് പോയസനൊക്കെ കലക്കി കൊല്ലാൻ നോക്കി. ഒരാളോട് സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞപ്പോ നീ ഇത് ചിരിക്കണം. ഈ ചിരിയൊക്കെ R34 ഇവിടെ വേണ്ട കേട്ടാ. മാറില്ല നിലക്ക് നിർത്തേണ്ട അടുത്ത് നിലക്ക് നിർത്തണം. അവനെയൊക്കെ നിലക്ക് നിർത്തണമാരൊക്കെ നിലക്ക് നിർത്തണം. അല്ലെങ്കിൽ ശരിയാവത്തില്ല. ഓൾട്ട് 4 അടിച്ചോട്ടോ. ഹലോ പറഞ്ഞു കുട്ടി. ആരാണ് പായസം ഉണ്ടെന്നത്?
ഇപ്പം അമ്പത്തൂരും കൂടെ ഇതെല്ലാം ലൈക്ക് അടിക്കണം എല്ലാം ലൈക്ക് അടിക്കണേ സ്നൈപ്പിനോട് പറഞ്ഞു ഞങ്ങൾക്ക് തന്നതാ. അതെ ഞാൻ റിപ്പോർട്ട് വേണോ? EMSന്റെ പായസം തരാനുള്ള കാരണം എന്തായിരുന്നു? പ്രഗ്നന്റ് ആയി പ്രഗ്നന്റാന്ന് വിചാരിച്ചിട്ട് ലൈക്ക് ഈ ഇടയ്ക്ക് വൊമിറ്റിങ്ങും ഇതൊക്കെ ആയിട്ട് പ്രശ്നമായിട്ടെ അത് മെഡിക്കൽ റിപ്പോർട്ട് വേറൊരു അനൂപ് പൂക്കി വയ്യായ്മയായിരുന്നു. ഏജ് 23 ടേക്ക് മെഡിസിൻ ടേക്കൺ പേര് എന്തെന്ന് മനസ്സിലാവില്ല സരക്കെ ലൂസ് മോഷൻ ആൻഡ് ആ ഡിസിനസ് സാധനമാണ് തന്നേ. തൂറ്റല് വന്നേനാണ് അവന് പ്രവിധം പറഞ്ഞത് അല്ല അല്ലല്ല അവൾക്ക് അതായിരുന്നു തലകറക്കവും വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇവര് വിചാരിച്ചു കഴിച്ചായിരുന്നേ. ഇവള് പ്രഗ്നന്റ് തലകറക്കം വയറുവേദന റിലേഷൻഷിപ്പ്. നോ ഹെവി കാമി വാസ് റിപ്പോർട്ടഡ് അമ്പത്തൂര് സ്നൈപ്പിനോട് പറഞ്ഞു ജ്യൂസിൽ എന്തോ ടാബ്ലറ്റ് കലക്കി കൊടുക്കാൻ. അതില് സ്നൈപ്പ് കലക്കി കൊടുത്ത് അത് കഴിഞ്ഞ് എനിക്ക് ചെറുതായിട്ട് തലകറക്കം വന്നു. എനിക്ക് വെറും വയ്യായ്മയായിരുന്നു, പോയിസണിങ് ആയിരുന്നു. എനിക്ക് മനസ്സിലായി. ഞാനൊരു 2 ദിവസം അഡ്മിറ്റ് ആയി വന്നപ്പോഴത്തേക്ക് ഓക്കെ. എടാ നിന്നോട് ഞാൻ പറഞ്ഞാ കേക്കൂലേ നീ? നിന്നെ വെടിവെച്ചിടിഞ്ഞാന്ന് പറഞ്ഞല്ലോ. ഇനി വാണിംഗ് ഒന്നും ഇല്ല. ഇനി 14 ദിവസം കഴിഞ്ഞ് കാണാം. ദേഷ്യം 14 ദിവസം കഴിഞ്ഞ് കാണാം കേട്ടാ. പെർമനന്റ് ആട്ടോ. പെർമനന്റ്. ഒരു മിനിറ്റ് ഞാൻ സംസാരിച്ചിട്ട് വരട്ടെ അവരുടെ ഇവന്റെ സൂക്കടയും തീർത്തു കൊടുക്കും. ഇങ്ങോട്ട് വാ സംസാരിക്കുന്നുണ്ട് സംസാരിക്കണ്ടേ? ഒന്നിങ്ങോട്ട് വന്നേ എനിക്ക് സംസാരിക്കണ്ട. ഇങ്ങോട്ട് വന്നേ. അവനാ വണ്ടിന്ന് അവന്റെ ചന്തി മാറ്റൂലേ. സംസാരിക്കാനുണ്ട്. ഇങ്ങോട്ട് വന്നേ. ബ്രോ അഡ്മിനാന്നുള്ള കാര്യം സത്യമായിട്ട് അറിയത്തില്ലായിരുന്നു കേട്ടോ. എനിക്ക് പെർമനന്റ് ഒന്നും ഇടരുത് കേട്ടാ. എനിക്ക് എല്ലാ മാസവും ഒരു കംബാക്ക് ഉള്ളതാണ്. ഇപ്പൊ ഒരു ഇതിട്ട് കഴിഞ്ഞാൽ ഈ മാസം എനിക്ക് കംബാക്ക് അടിക്കാൻ പറ്റത്തില്ല. എനിക്ക് 29-ാം തീയതി വരാനുള്ളത്. അത് കഴിഞ്ഞിട്ട് ബാൻ ഇട്ടാ മതി കേട്ടാ. ഞാൻ പറഞ്ഞ അത് കിട്ടുമെന്ന് പറഞ്ഞത് കിട്ടുമോ ദാസു? ബാബു ഫ്രണ്ടല്ലേ ഇത് ബഗ്ഗാണ്. എന്നോട് കാറ് ഞാൻ എടുക്കലേ അണ്ണാ 9272 ആണ്. ബാബു നിങ്ങളെ പറ്റി എന്റെ ഇല്ല. മുതലാളി നാന്താ എന്താ അവനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മോശം മാത്രമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. சொல்லு ஒரே நிமிஷம் இங்க வருவீங்களா? வருவேன் ട്രിക്കി அக்கண்ணா சொல்லு பாபு வந்து இவருக்கு பொம்பளை பிடிக்காது. ഇവർക്ക് പെമ്പളെ പിടിക്കുക. ഇവര് പെമ്പിള്ളേരെ കണ്ടാ കേറി പിടിക്കും. അങ്ങനത്തെ മനസ്സിലായോ? സൂക്ഷിച്ചു തിന്നു. ഒരുപാട് അടുത്തോട്ട് പോകണ്ട. അത് ബാബുവിന് അറിയാത്തോണ്ടാണ്. അത് മനസ്സിലായില്ലേ? അത് അവന് പേടി. അവന് പേടിയാണ്. മനസ്സിലായില്ലേ? എന്താ വെച്ചാ ഞാൻ വാസു അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആണോ അങ്ങനെ പറഞ്ഞോ? എന്നാ പിന്നെ അത് പറയട്ടെ തന്നെ കാര്യം. വാസു അറിഞ്ഞാ പോയാ വാസു അറിഞ്ഞാ പിന്നെ വാസു ബാബു പറഞ്ഞതേ ഈ കൊച്ചിന്റെ അടുത്ത് പറഞ്ഞത് വാസുവിനെ കണ്ടു കഴിഞ്ഞാൽ മിണ്ടോര് ചെയ്യലെന്ന് പറഞ്ഞത്. എടാ ഇങ്ങോട്ട് നോക്കിക്കണ ഒരു ഫ്രെയിം എടുക്കാനാണ്. പെണ്ണുങ്ങളെ ഇഷ്ടമല്ലെന്ന്. ഒരു ജോലിയും കൂലിയും ഇല്ലാതെ ഇന്ത നാട്ടിൽ തെണ്ടി നടന്ന ആ പുണ്ട അവൻ ഇവിടെ തെണ്ടി നടന്നിരുന്ന സമയത്ത് അവനെ വീട്ടിൽ കൊണ്ടുപോയി ചോറും കൊടുത്ത് ഭക്ഷണവും കൊടുത്ത് സ്വന്തം മോനെ പോലെ നോക്കിയ മുതലാളിയായിരുന്നു ഞാൻ. ആ എന്നെ പറ്റി ഇന്ത മാതിരി ഊങ്കിട്ട പേസിയാണെന്ന് ഞാൻ ഇപ്പൊ അറിഞ്ഞതിൽ എന്റെ ഹേർട്ട് ഉടഞ്ഞു പോയിടിച്ച്. എനിക്ക് ഇതുക്കപ്പുറം ഒന്നുമേ സംസാരിക്ക വേണ്ട. ഇത് ഇതുവരെ ഇങ്ങനെ തുടുത്തതില്ലേ? ഇപ്പൊ തുടിക്കുന്നത് ഇത്രയും ടേക്ക് കെയർ ചെയ്ത എന്നെ പറ്റി അന്തമാതിരി ഉങ്കിട്ട് അവൻ പേസിയിരുന്ന അവ എവളോ വിഷം
இல்லையா அவரு ஜஸ்ட் இப்படி சொன்னாரு அவங்க லைஃப்ல இந்த மாதிரி நிறைய பேர் இருக்காங்கன்னு சொல்லி அதுதான் அவன் வந்து பெரிய ஃப்ராடு குட்டி, அவன் வந்து பெரிய ஃப்ராடு, அவன் வந்து பெரிய ஃப்ராடு. அவன் சொந்தம் முதலாளிய பற்றி இந்த மாதிரி உங்ககிட்ட பேசிய உன்னை பற்றி இந்த உலகத்துல இந்த நாட்டில் ആർക്കിட்ட വേണം என்ன വേണേ பேசா அந்த மாதிரி പൊറുക്കി. സത്യം ഞാൻ യോജിക്കുന്നു. I'll take care of that. You should have. പിന്നെ വാസുവിന്റെ അടുത്ത് മിണ്ടുന്നതാണ് പ്രശ്നമെങ്കിൽ മിണ്ടണ്ട, കുഴപ്പമില്ല. വാസുവിന്റെ കുഴപ്പമില്ല, വാസുവിന്റെ അടുത്ത് മിണ്ടണ്ട. இல்ல எனக்கு இவரை தெரியாது, எனக்கு ഒരാളെ അല്ല ഒരുത്തരെ നമ്പരുത് ഒരു ഫുഡ്. അയ്യോ വാസു, ഞാൻ വാസുവിനെ வந்து எனக்கு என்னோட டியூட்டி தான் முக்கியம், எனக்கு டியூட்டி தான் முக்கியம். நான் அப்படி யார்கிட்டயுமே அன்னைக்கு வந்து பாபுக்கு பர்சனல் கவுன்சிலிங் வேணும்னு சொல்லி ஹாஸ்பிடல் അതായത് കുട്ടിക്ക് എന്നാ ഡ്യൂട്ടി இந்த സിറ്റിയില്? ഇഎംഎസ് ഡോക്ടർ, ഇഎംഎസ് ആണ് ഡോക്ടർ. ഓ ഇഎംഎസ് ആണല്ലേ? ഓ ഡോക്ടർ രാവണി. ഓ ഡോക്ടർ രാവണി അശോകൻ. அசோகனா അല്ലേ? അച്ഛൻ്റെ പേര് മാറിപ്പോയി. ஆவணி ஐயர். അയ്യർ. ഓ ഓക്കെ. அவர் இந்த மாதிரி அவரு நிறைய சொல்லுவாரு. எல்லாரும் சரக்கண்ணன் கூட சொல்லிருக்காங்க தெரியுமா? சரக்கண்ணன் வந்து அவங்க ஆரா சூப்பர். சரக்கண்ணன் எப்ப பார்த்தாலும் அவங்களுக்கு அந்த ஒரு லக் ஃபீல் வரும். அவங்க சிட்டில வந்து ஃபர்ஸ்ட் சரக்கண்ணா தான் பார்க்கணும். ആസുരെ പറ്റി പറഞ്ഞിട്ടില്ലല്ലേ? அவங்க முதலாளி தான் சொல்லுவாங்க, முதலாளி கிட்ட பேசக்கூடாது. ஏன்னா முதலாளி வந்து அவங்களுக்கு வந்து பொண்ணுங்களை பிடிக்காது, பொண்ணுங்களை வந்து கொன்னுடுவாங்க. മുതലാളി തന്നെയാണോ പറയണത് അതോ കുട്ടി അടുത്ത് ഒന്ന് ശ്രദ്ധിച്ച് കേക്കണം കേട്ടോ. சொல்லுங்க. അവൻ വന്ന് കള്ളൻ, അവന്റെ അപ്പ വന്ന് പെരിയ കള്ളൻ, അവന്റെ അപ്പന്റെ അപ്പ വന്ന് കള്ളാന്റെ തന്ത, അന്ന മാതിരി ഫാമിലി എന്താ അവൻ വരുന്നേ. എന്നാലും ഇങ്ങനെയൊക്കെ എങ്ങനെ പറയാൻ നോക്കുന്നല്ലേ അവന് ബാബുവിനല്ലേ? എന്നാലും ചുണ്ട ചോറിന് നന്ദിയില്ലാത്ത പട്ടി. സരക്കെ അല്ല ഈ മാസം അവസാനമേ അവന്റെ ഭാര്യയ്ക്കും പെണ്ണുമ്പിള്ളക്ക് സാലറി കൊടുക്കാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് വരുമല്ലോ തെണ്ടിക്കൊണ്ട്. ആ പിന്നല്ലാതെ അവന്റെ ബംഗാളി കുടുംബം, അവന്റെ ബംഗ്ലാദേശിലെ കുടുംബം, വെസ്റ്റ് ബംഗാളിലെ ഒരു കുടുംബം ഉണ്ടാവില്ല. അവന്റെ കുടുംബത്തിലെ സാലറി അയക്കുന്ന പിന്നെ ഞാനല്ലാതെ പിന്നെ ആരാണ്? എല്ലാ മാസവും വരും കറക്റ്റ് 28-ാം തീയതി ആകുമ്പോ. നാളെ ഇന്നത്ര 28-ആയോ? നാളെ 28-ാം തീയതി 27. ആ നാളെ വരും സാലറി ചോദിച്ചേ. അതും പറഞ്ഞിട്ടില്ലേ അപ്പൊ? அவங்க அது என்ன இல்ல அவங்க ஹேசல் அண்ட் ஆர்யா பத்தி மட்டும் தான் சொல்லிருக்காங்க. ഹേസലിനെ ആര്യനെയും പറ്റി അവരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് വാസുവിനെ പറ്റി പറഞ്ഞിട്ടില്ല കേട്ടാ? പറ്റി പറഞ്ഞിട്ടില്ലെന്ന് കേട്ട് വാസുവിനെ പറ്റി പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നെ പറ്റി പറഞ്ഞിട്ടില്ല, അപ്പൊ പിന്നെ എങ്ങനെ ഭാര്യയും കുഞ്ഞുങ്ങളെ പറ്റി പറയും? കള്ളത്തരം മൊത്തം കള്ളത്തരം. ഞാനൊരു കാര്യം പറയാം, ഞാൻ പറയട്ടെ, ഫ്രണ്ട്ഷിപ്പ് ഈ മാസം ഞാൻ അവന്റെ ഭാര്യക്ക് സാലറി അയക്കത്തില്ല. ഇവന്റെ ഈ സ്വഭാവം ഞാൻ അവർക്കല്ലേ പൈസ അയച്ചു കൊടുത്തിട്ട് ഞാൻ കാര്യം പറയും. ഇവനെ ഞാൻ പറഞ്ഞു വിടുവാണെന്ന് കേട്ടാ. എനിക്ക് ഇങ്ങനെ വിശ്വാസം ഇല്ലാത്തവന്മാരെ കൂടെ കൊണ്ടെടുക്കാൻ പറ്റത്തില്ല. പറ്റത്തില്ല. താങ്ക് യു അവനി, താങ്ക് യു ഫോർ ദി ഇൻഫർമേഷൻ. ഓക്കെ, I'm so sorry. I didn't mean to create any issues between അയ്യോ നോ പ്രോബ്ലം. അയ്യോ no, it's actually not creating a problem. It's the it is. Yeah, you revealed only some truth. You only revealed that true faces of some people only. It's okay. Yeah. You actually revealed the. கொஞ்சம் ഞാൻ എന്ത് ചെയ്യണം? കൊഞ്ചാരൊന്നും പറ്റൂല. சரக்கண்ணா கிட்ட சொன்னா கொஞ்சம் அப்படி பாசிட்டிவ் எனர்ஜி. எனக்கு தெரியாது இல்லையா? എനർജിയേ ഇല്ലത്. அன்னைக்கு வந்து பாபு என்ன சரக்கண்ணா மட்டும்தான் இன்ட்ரோடியூஸ் பண்ணி வச்சாங்க. எனக்கு தெரியாது இல்லையா? சோ நானே ஃபர்ஸ்ட் டைம் உங்களை மீட் பண்றேன். I've only heard about you. என்ன what you heard about him? ഞാനൊരു കാര്യം പറയട്ടെ, നാളെ അവന്റെ ഭാര്യ ഇവിടെ വന്നിട്ട് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു വിശ്വസിക്കുമോ?
அவன் பொண்டாட்டி உங்க முன்னாடி வந்து நின்னுட்டு சொல்ற I believe it. The boss இப்படி சொல்றாங்கன்னா obviously இருக்கதான் ஐயோ ബോസ് അല്ല വാസു ബോസ് വരത്തേ ഉള്ളൂ ഇത് വാസു ബോസ് പുറത്താ ബോസ് അല്ല ലീഡർ ആ അങ്ങനെ ലീഡർ ബോസ് പെർമനന്റ് ബാൻ ഫ്രം സെർവർ ആളെ ആളുടെ ഇഷ്ടമുള്ള സർവർ but yeah ഇവർ இப்படி சொல்றாங்கன்னா obviously இருக்கதானே செய்யும். You know better than me. ഒബ്വിയസ്ലി അണ്ണാ ഇല്ല അപ്പൊ സത്യം ഒരു അണ്ണ ഒരു അനിയനെ പറ്റി കുറ്റം പറയത്തില്ലല്ലോ. ஆமா I believe you. Prove എല്ലാം பண்ண தேவையில்லை. He is my patient. அப்படியே இருக்கட்டும். അവന്റെ രോഗം പക്ഷെ വേറെയാണ്. അത് ഈ ആ രോഗം കുട്ടി മാറ്റാൻ അങ്ങനെ പറ്റൂല. ഇത് വേറെ രോഗമാണ്. Okay. Okay. Anyways, nice to meet you, Mr. Vasana. And nice to meet you too, Avani. நான் கிளம்புறேன். Sorry for Okay. wasting your time. No, it's not wasting. It's okay. Okay. പോയിട്ട് വാ. പാട്ടൊക്കെ ഓടോല്ലേ മുന്നാലെ പോനാലെ പിന്നാലെ സെൻട്രേനെ ആ പാട്ടിട്ട് പോടോല്ലേ. ഇത് കഴിഞ്ഞ് നേരെ ട്രിക്കിൽ എടുത്തോട്ട് നമുക്ക് വേണ്ടതൊക്കെ. ട്രിക്കി പോണോക്കെ മണപ്പിച്ച് പോണം കഴിവേറി. കേറ് വണ്ടി കേറ് 9272 പോണം. അവിടെ ആയിരിക്കും നിന്റെ അച്ഛൻ ഇരിക്കുന്ന. ബാ പോ ബാ. ഞാനപ്പോ പിന്നെ എവിടെ അയ്യോ എടാ സരക്കെ നീ തല്ലല്ലേ, ഞാൻ ഈ പയ്യനെടുത്ത് സംസാരിച്ചിട്ട് താ വരുന്നേ.